മൗലവി ഇവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ്ദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. ഇനി കേട്ടോളൂ. അല്ലാഹുവിന് 2 കൈയുണ്ട്. വകിൽതാ യദൈഹി യമീനുൻ, അവന്റെ 2 കൈയും വലം കൈയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇവിടുന്ന് ഞാൻ മുമ്പ് ഉദ്ധരിച്ചു, അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയരുത്, അല്ല കയ്യും കാലുമുള്ള അവയവങ്ങളുണ്ടെന്ന് പറയരുത്. അതുപോലെ അല്ല ഒരു ഭാഗത്താണെന്ന് പറയരുത്. അല്ലാഹ്ക്ക് മേലെയും താഴെയും വലത്തുവരുത്തൊന്നുമില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കരുത് എന്ന് ഖുർആൻ പരിഭാഷ, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ ഉദ്ധരിച്ച് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. നവവി ഇമാമിന്റെയും ഗസാലി ഇമാമിന്റെയും കിതാബ് ഉദ്ധരിച്ചു. ഇമാം ഗസാലിയുടെ കിതാബ് ദുർവ്യാഖ്യാനം ചെയ്ത് എന്നിട്ട് മറുപടി പറഞ്ഞു ഒന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് മൗലവി ചെയ്തത്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ ഭാഗവുമായി ഒരു ബന്ധവുമില്ലെന്ന് മുജാഹിദിന്റെ പരിഭാഷ. ഭാഗവുമായി ബന്ധമില്ല, അല്ലാഹ്ക്ക് പ്രത്യേക ഭാഗവുമായി ബന്ധമില്ല എന്ന് എഴുതി. ആ എഴുതിയ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചു. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാണ് എന്ന് ഞാനല്ല പറയുന്നത്. മുജാഹിദേ, കാഫിറായി മരിക്കണ്ട. ശരിക്ക് കേട്ടോ, നിങ്ങളെ മുഖപത്രമായ അൽമനാർ ഫതാവൽ മനാർ അതിൽ പറയുന്നു, മുബ്തദി കാഫിർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. കാഫിറായ മുബ്തദി ആരാണത്? അല്ലാഹുവിന് ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിക്കുന്നവർ കാഫിറായ മുബ്തദിയാണെന്ന് നിങ്ങളുടെ അൽമനാറിൽ പറയുന്നു. ഇവിടെ വന്നിട്ടും പറഞ്ഞില്ലേ അല്ലാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അല്ലാഹ്ക്ക് വലത്തു എടുത്തുകൊണ്ടെന്നല്ലേ പറയുന്നത്? അല്ല മേലേന്ന് താഴെ കൊന്നാം ആകാശത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അല്ലാഹ്ക്ക് കൈയുണ്ട് എന്നല്ലേ പറയുന്നത്? അല്ലാഹ്ക്ക് മേലെയും താഴെ ഉണ്ട് എന്നല്ലേ പറയുന്നത്? എന്നാ മൗലവി 1952 ജനുവരി 20-ാം തീയതിയത്തെ നിങ്ങളെ അൽമനാറാണിത്. ഈ അൽമനാറിൽ നിങ്ങൾ തന്നെ പറയുന്നു അല്ലാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. മുബ്തദി കാഫിർ. അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. ഈ വിശ്വാസമുള്ളവൻ മുബ്തദി കാഫിർ എന്ന് നിങ്ങൾ അൽമനാറ്. ഇപ്പൊ നിങ്ങൾ പറയുന്നതോ അല്ലാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ടെന്ന് ഇബ്നു അബ്ദുൽ വഹാബ് തൗഹീദ് കൊണ്ടവനെ. വലത്തെ കൈയും ഇടത്തേക്ക് ഉണ്ടായ ഭാഗം വേണ്ടേ? ഇതാണ് കേട്ടോളൂ. അല്ലാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം, ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അല്ലാഹ്ക്ക് വലത്തും എടുത്തുണ്ട്, വലത്തും കയ്യുണ്ട് ഇടത്തും കയ്യുണ്ട്. എന്നാൽ നമ്മളെ സക്കരിയ സലാഹില്ലേ, കീഴ ഉസ്താദിന്റെ എതിരാഴ്ച പ്രസംഗിച്ച മൗലവി, ആ മൗലവിയുടെ ബുക്കാണിത്. പേര് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതിന്റെ 25-ാമത്തെ പേജിൽ മൗലവി പറയുന്നത് എന്താ? നമ്മളെ സലഫി പ്രസംഗിക്കുമ്പോ മൗലവി ഉണ്ടാകാറുണ്ടല്ലോ സ്റ്റേജുമ്മല്, അല്ലാഹുവിന്റെ 2 കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടതു കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹ്ക്ക് ഇടത് കൈ ഇല്ല. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ബുക്കിലോ അല്ലാഹ്ക്ക് വലത്തുണ്ട് കൈ ഇടത്തുണ്ട് കൈ. അത് കുറച്ച് 10-200 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. ഇപ്പൊ 200 കൊല്ലത്തിന്റെ ശേഷം ഉണ്ടായ സംഭവമാണ്. എന്ത്? പുതിയ മൗലവിയായി നോക്കുമ്പോ അല്ലാഹ്ക്ക് ഇടത്ത് കൈയില്ല, വലത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹ്ക്ക് 2 കൈയും വലത്ത്. അല്ലാഹുവിന് 2 കൈയുണ്ട്. വകിൽതാ യദൈഹി യമീനുൻ, അവന്റെ 2 കൈയും വലം കൈയാണ്. ഇത് ഞാൻ കുണ്ടോട്ടിയിൽ കാണിച്ചപ്പോഴാ കുണ്ടോട്ടിയിലെ സദസ്സുന്ന ഒരാൾ ചോദിച്ച് അല്ല വികലാംഗനാണ് എന്നാണ് ഇവരിപ്പം പറയുന്നത്. അള്ളാനെ കൊണ്ടായി കളിക്കുന്നത്, പേരോടിനെ കൊണ്ട് കളിക്കുന്ന ഒരു വിഷയമായി ഇവർക്ക്. പേരോടിനെ ജിന്നാക്കി കളിക്കുന്ന ഒരു വിഷയ, അള്ളാനെ കൊണ്ടല്ലേ കളിക്കുന്നത്. ഇസ്ലാമിന് വിശ്വാസമുണ്ടോ ഇവർക്ക്? ഇനി അല്ല മേലേന്ന് താഴെ ഇറങ്ങൂ. നിങ്ങൾ അൽമനാറിലില്ലേ? അല്ലാഹു തആല മേലെ, അല്ലാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ് എന്ന് നിങ്ങൾ അൽമനാറിലില്ലേ? എന്തൊക്കെയാ എഴുതി വെച്ചത്? സഹോദരന്മാരെ,
എന്നിട്ട് സുലൈമാൻ സഖാഫിന്റെ ഒരു ബുക്ക്, ആ ബുക്കിൽ അദ്ദേഹം നിങ്ങളിങ്ങനെ അർത്ഥം പറയാറുണ്ട് എന്ന് എഴുതിയ ഒരു സ്ഥലത്ത് ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം, ഇപ്രകാരം വിശ്വസിക്കാമെന്നല്ല, ഇപ്രകാരം വായിക്കാം. നബി പറയുന്നു എല്ലാ രാത്രിയും അല്ലാഹ് ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി പറയുന്നു എന്ന് പറഞ്ഞൊരു വിശദീകരണം. ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ വായിക്കാൻ അയാൾ പറഞ്ഞത് കൊണ്ടുവന്നിട്ട് പേരോട് ഇവിടെ ആദാവർത്തി ഇയാൾ പറയാണെന്ത്, നിങ്ങളെ സുലൈമാൻ സഖാഫിയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതി അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ വായിക്കുന്നു, അല്ലാണ്ട് ഇങ്ങനെ വായിക്കുക, നിങ്ങൾ എഴുതിയത് ഇങ്ങനെയല്ലാതെ വായിക്കാൻ പറ്റുമോ, നിങ്ങൾ അങ്ങനല്ലേ എഴുതിയത്, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാണെന്ന് വെച്ച് കെട്ടിയില്ലേ, കബളിപ്പിക്കലല്ലേ മൗലവി. ഇനി സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക,